ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ വേനൽക്കാലത്ത് അലക്കാനും കുളിക്കാനൊക്കെ വേണ്ടി വരുന്ന സ്ഥലമാണ്. ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടുത്തെ ഈ പാറൻ്റെ മുകളിൽ ഇനി എന്താണുള്ളത് പോയി നോക്കാം. ഈ വെള്ളം വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു തോടാണെന്ന്. ആ തോട് ഒന്ന് നമുക്ക് പോയി കണ്ടുനോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ കുളം ഉണ്ട് കേട്ടോ. കുറച്ചൊരു വലിയ കുളമുണ്ട്. ആ കുളം നമുക്ക് പോയി കാണാം. ഇതൊക്കെ മഴക്കാലത്ത് മരമൊക്കെ വന്ന് ഇതായതാണ് കേട്ടോ, അടിഞ്ഞതാണ്. പിന്നെ നമുക്കിവിടെ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാം. സൈഡിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് വെള്ളച്ചാട്ടം കാണാൻ. നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. എപ്പോഴും വെള്ളം ഉണ്ടാകുന്നത് കൊണ്ട് പാറയൊക്കെ ഭയങ്കര ഉച്ച പിടിച്ച് കിടക്കുകയാണ്. തെന്നി വീഴാൻ സാധ്യത ഉണ്ടെങ്കിലും ഞാൻ ഒന്ന് ഇവിടെ കയറി ഇവിടുന്ന് ഇങ്ങനെയുള്ളൊരു വ്യൂ കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി നോക്കി. നല്ല തെന്നി വീഴാൻ സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ആ കല്ലുമ്മയൊക്കെ ഇരുന്ന് ഇങ്ങനെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ചെറിയ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ്. അതേപോലെ തന്നെ ഈ സൈഡിലും. പിന്നെ ഈ മരത്തിൻ്റെ രണ്ട് വേരുകൾക്കിടയിലുള്ള ഈ സ്പേസ് കണ്ടോ. ഇവിടെ ഒരു വലിയ പാറയുണ്ട് കേട്ടോ. ഈ പൈപ്പ് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിൽ ഒന്ന് വെള്ളം ചാടുന്നുണ്ട്. ഇത് ഞങ്ങൾ ഇവിടെ അലക്കാനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് മുകളിൽ നിന്നൊരു പൈപ്പ് ഇങ്ങനെ ഇട്ടതാണ്. അതിന് കുത്തുകൊടുത്തത് കണ്ടോ. അതിങ്ങനെ താങ്ങി നിർത്താനും വേണ്ടിയിട്ട് മരത്തിൻ്റെ ഇതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അലക്കാനും കുളിക്കാനൊക്കെ വെള്ളം ഇങ്ങനെ നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ ഈ പൈപ്പ്. അപ്പം ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചയും കൂടെ കാണാം. ഇത് കണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഇല കാണാൻ ഒരു റോസിൻ്റെ ഇല പോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിപ്പോൾ പൂവൊന്നും ഉണ്ടാവില്ല. റോസിൻ്റെ ഇല പോലെയാണ് ഇതിൻ്റെ ഇല. ഇവിടെ ഭയങ്കര കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നിരങ്ങി വീഴാൻ പോകുന്നുണ്ട്. ചെരുപ്പൊക്കെ നിരങ്ങുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മുകളിലെത്തിട്ടോ. വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് നടക്കാനുള്ളൂ. പക്ഷെ ആകെ കാടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ട് നടക്കാൻ. കാട് മൂടിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ തോട്. ചെറിയ തോടാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കുറച്ച് വെള്ളം കുറവാണ്. ഇവിടെയും വെള്ളം കുറവാണ്. ഇവിടെ ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ അങ്ങോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ കാട് മൂടിയത് കൊണ്ട് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. അവിടത്തെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അധികം വെള്ളമൊന്നുമില്ല. മഴക്കാലത്തൊക്കെ ഇതിലേറെ വെള്ളം ഉണ്ടാവും. അപ്പോൾ മഴക്കാലം കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മഴ കുറച്ച് ഒഴിഞ്ഞ് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസം മഴയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കുറവാണ്. മഴ പെയ്യുമ്പോൾ കുറച്ചും കൂടെയൊക്കെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊരു കുളം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കുളം കൂടെ കാണാം. ഇതാണ് കുളം. ഇതിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് വലിയ കുളമാണ്. അപ്പോൾ ഇതിൽ മീനൊക്കെ ഉണ്ട്. ഇപ്പം ചെളി ആകെ വെള്ളമൊക്കെ ചെളിയായി കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കലങ്ങിയതായിരിക്കും വെള്ളമൊക്കെ. ഇപ്പോൾ ഇതിങ്ങനെ കെട്ടി നിർത്തിയ വെള്ളമായത് കൊണ്ട് ഇങ്ങനെ കലങ്ങിയ വെള്ളമാണ്.
ഇവിടെയൊക്കെ കാട്ടുപന്നികളൊക്കെ വരുന്ന സ്ഥലമൊക്കെയാണ്. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ആകെ ഇതാക്കിയിട്ടിട്ടുള്ളത് കേട്ടോ. കാട്ടുപന്നികളൊക്കെ മാന്തി ഇട്ടതാണ് ഇതൊക്കെ. ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്താനായിട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ അടുത്ത വീഡിയോ മരുതയുടെ ചരിത്രത്തിൻ്റെ ബാക്കി കുറച്ചും കൂടെ പറയാനുണ്ട്. കുറേ ഉണ്ട്. അപ്പോൾ നെൽകൃഷിയെ കുറിച്ച് കുറച്ചും കൂടെ ഉണ്ട് പറയാൻ. അതായിരിക്കും അടുത്ത വീഡിയോയിൽ. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് അപ്ലോഡ് ചെയ്യാത്തത് അത് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതിലേക്കും ഇറ്റ്സ് മീ നസ്ല സൈനിങ് ഔട്ട്.